കാപ്പ കേസ് പ്രതിയും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പി. കൗൺസിലറുമായ ആർ സുഗതനെ ഇന്ന് നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കും. വട്ടിയൂർക്കാവ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള 2 കേസുകളിലെ പ്രൊട്ടക്ഷൻ വാറന്റിനെ തുടർന്നാണ് കോടതിയിൽ ഹാജരാക്കുന്നത്. വിയൂർ ജയിലിൽ കഴിഞ്ഞിരുന്ന സുഗതനെ ഇന്നലെ വൈകിട്ടാണ് തിരുവനന്തപുരത്ത് എത്തിച്ചത്. കോടതി നടപടികൾക്ക് ശേഷം സുഗതനെ തിരികെ വിയൂരിലേക്ക് കൊണ്ടുപോകും. നഗരസഭാ അംഗമായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യിക്കാൻ സുഗതന്റെ ജാമ്യത്തിന് ബി.ജെ.പി. നേതൃത്വം ശ്രമം തുടരുന്നുണ്ട്. അരുൺ, ഈ സുഗതന്റെ പേരിൽ നമ്മൾ കണ്ടതാണ്, നഗരസഭയിൽ ഉൾപ്പെടെയുള്ള ബി.ജെ.പി. UDF കൗൺസിലർമാരുടെ കയ്യാങ്കളികൾ കണ്ടതാണ്. സുഗതന്റെ ജാമ്യത്തിന് വേണ്ടിയിട്ട് കനിഞ്ഞ് ശ്രമിക്കുന്ന ബി.ജെ.പിക്കാരെയും കാണുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും തലസ്ഥാനത്തേക്ക് സുഗതൻ വരുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഹരി, ഗുണ്ടകളുടെ പ്രത്യേകിച്ച് കാപ്പ കേസ് പ്രതികളുടെ ജയിൽ മാറ്റവും അല്ലെങ്കിൽ ഒരു ജയിലിൽ നിന്ന് മറ്റു ജയിലിലേക്ക് കൊണ്ടുപോകുന്നതും കോടതിയിൽ പ്രൊട്ടക്ഷൻ വാറണ്ട് ഹാജരാക്കുന്നതും അത്ര പുതുമയുള്ള വാർത്തയല്ല. പക്ഷേ ഇന്നലെ തിരുവനന്തപുരത്തേക്ക് വന്നത് ഒരു കാപ്പ കേസ് പ്രതിയും ഗുണ്ടയും മാത്രമല്ല, ബി.ജെ.പിയുടെ വാഴോട്ടുകോണം വാർഡ് കൗൺസിലറാണ്. അതിൽ ഏറ്റവും പ്രത്യേകത, ആ കൗൺസിലർ അയോഗ്യനായാൽ ബി.ജെ.പിയുടെ തലസ്ഥാന നഗരഭരണം തന്നെ തുലാസിലാകുന്ന അവസ്ഥയുണ്ട്. ബി.ജെ.പി വളരെ സ്വപ്നം കണ്ട് ലഭിച്ച ഒരു ഭരണമാണ്. വലിയ അവർക്ക് അഭിമാനം നൽകിയ വിജയമാണ്. അത്തരത്തിലൊരു വിജയമുണ്ടാകുമ്പോൾ അവരുടെ ഒരു കൗൺസിലർ കാപ്പ കേസ് പ്രതിയാണ്, അതായത് ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ്. ഗുണ്ടാ ലിസ്റ്റിൽ നിരവധി തവണ ഉൾപ്പെട്ട് വീണ്ടും കേസ് എടുപ്പെടുമ്പോഴാണ് കാപ്പയെ ചുമത്തി ജയിലിൽ അടയ്ക്കുന്നത്. അങ്ങനെ വിയൂർ ജയിലിൽ അടയ്ക്കപ്പെട്ട പ്രതിയാണ് സുഗതൻ, വാഴോട്ടുകോണം വാർഡ് കൗൺസിലർ. അയാളെ ഇന്നലെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നത് ഇന്ന് നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കാനാണ്. ഇന്നലെ ട്രെയിനിൽ വിയൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്ന സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇന്ന് 11 മണിയോടുകൂടി നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കും. 2 കേസുകൾ, വട്ടിയൂർക്കാവ് പോലീസ് രജിസ്റ്റർ ചെയ്ത 2 കേസുകൾ പ്രൊട്ടക്ഷൻ വാറണ്ട് നിലനിന്നതുകൊണ്ടാണ് സുഗതയെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നത്. അത് ഒന്ന് വെള്ളേക്കടവ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്, അത് കൗൺസിലിന് ശേഷമുള്ള ഒരു സംഘർഷമാണ്. അവിടെ കൊലപാതക ശ്രമ കേസിലാണ് സുഗതനെ അവിടെ പോലീസ് കേസെടുത്തത്. അതിലുൾപ്പെടെയുള്ള കേസുകളിലാണ് കോടതി പ്രൊട്ടക്ഷൻ വാറണ്ട് ഹാജരാക്കി സുഗതനെ കൊണ്ടുവരുന്നത്. 11 മണിയോടെ കോടതിയിൽ ഹാജരാക്കും. സുഗതൻ്റെ ഇപ്പോഴത്തെ വരവ് മാത്രമല്ല, സുഗതനെ പുറത്തിറക്കാൻ വലിയ ശ്രമം ബി.ജെ.പി. നടത്തുന്നുണ്ട്. കാരണം 22 ദിവസത്തിനകം ബി.ജെ.പിയുടെ 20 കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്യണം. അതായത് ഭാരതാംബയുടെ പേരിലും പരദേവതകളുടെ പേരിലും ബലിദാനികളുടെ പേരിലും ഒക്കെ സത്യപ്രതിജ്ഞ ചെയ്ത, ചട്ടവിരുദ്ധമായ സത്യപ്രതിജ്ഞ ചെയ്ത 20 കൗൺസിലർമാർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 19 പേർ സത്യപ്രതിജ്ഞ ചെയ്തു. സുഗതൻ ജയിലിലാണ്, ഇപ്പോഴും ജയിലിലാണ്. സുഗതനെ ഒരു മാസത്തിനുള്ളിൽ പുറത്തു കൊണ്ട്, ഇനി 3 ആഴ്ച മാത്രമാണ് ശേഷിക്കുന്നത്. അയാളെ പുറത്തു കൊണ്ടുവന്ന് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യിക്കാൻ ബി.ജെ.പി. വലിയ നിയമ വഴികൾ തേടിയിട്ടുണ്ട്. അത് വിജയിക്കുമോ എന്ന് കണ്ടറിയണം. അങ്ങനെ ഇല്ലെങ്കിൽ സ്വാഭാവികമായും ഒരു മാസം പിന്നിടുമ്പോൾ, ആ കോടതി വിധി വന്ന് ഒരു മാസം പിന്നിടുമ്പോൾ സുഗതൻ കൗൺസിലർ അല്ലാതായി തീരും. അത് ബി.ജെ.പിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കും. ഇപ്പോൾ ഒരു സ്വതന്ത്രൻ ഉൾപ്പെടെ 51 പേരുടെ പിന്തുണയാണ് കൗൺസിലിൽ ബി.ജെ.പിക്ക് ഉള്ളത്. സുഗതൻ ഒഴിഞ്ഞാൽ അത് 50ആയി കുറയും. ആ സ്വതന്ത്രൻ നിലപാട് മാറിയാൽ, കാലുമാറിയാൽ സ്വാഭാവികമായും 49ലേക്ക് എത്തും. അവിടെ LDF-ഉം UDF-ഉം അവസരം കാത്തിരിക്കുകയാണ്. അവിശ്വാസ പ്രമേയ നീക്കം നേരത്തെ UDF നടത്തിയതാണ്. എല്ലാ കാലത്തും അതിനെ LDF എതിർക്കുമെന്ന് കരുതാൻ വയ്യ. LDF-ഉം ഈ ബി.ജെ.പി. ഭരണം മാറണമെന്ന് നിലപാടുള്ളവർ തന്നെയാണ്. കാരണം തലസ്ഥാനത്ത് ഒന്നും നടക്കുന്നില്ല, തലസ്ഥാനം ചീഞ്ഞു നാറുന്നു എന്ന രാഷ്ട്രീയ വിമർശനം LDF ഉന്നയിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ബി.ജെ.പിക്ക് സുഗതൻ്റെ ജാമ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ കേസിലല്ല, കാപ്പ കേസിൽ ജാമ്യവും അയാൾ പുറത്തു വരുന്നതും ബി.ജെ.പിക്ക് ഏറ്റവും നിർണായകമാണ്. അതും വരും ദിവസങ്ങൾ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടിയിലേക്ക് കടക്കും. ഏതായാലും സുഗതൻ ഇന്ന് 11 മണിയോടുകൂടി നെടുമങ്ങാട് കോടതിയിൽ ഹാജരാകും. സുഗതൻ ഇന്ന് 11 മണിക്ക് ഹാജരാകുമെന്ന് തന്നെയാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.